വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ മന്ത്രിസഭയാണ്. ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളെയും കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ്, എപ്പോഴെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നടന്ന എക്സാമുകളിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ മന്ത്രിസഭയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ PYQ ആൻസേഴ്സും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ക്ലാസ്സിൽ പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പിണറായി വിജയൻ ആരാണ്? പിണറായി വിജയനാണ് അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആരാണ്? പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീ കെ രാജൻ്റെ വകുപ്പ് ഏതാണ്? ശ്രീ കെ രാജൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. അപ്പോൾ എന്താണ് പറയുന്നത്? ശ്രീ കെ രാജൻ എന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് അല്ലേ വരുന്നത്. എന്തൊക്കെയാണ് ശ്രീ കെ രാജൻ്റെ? ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്, ഭൂപരിഷ്കരണം, ഭവനം എന്ന് പറയുന്നത് ഭൂമിയിലാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജൻ എന്ന് പറയുന്നത് ഭൂമിയുമായി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തോ കിട്ടും? ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, അതുപോലെ ഭൂപരിഷ്കരണം, ഭവനം എന്നിവയൊക്കെയാണ് ശ്രീ കെ രാജൻ്റെ ഇതിൽ വരുന്നത്. ഇനി അടുത്ത മന്ത്രിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ. ശ്രീ റോഷി അഗസ്റ്റിൻ്റെ വകുപ്പ് ഏതൊക്കെയാണ്? ജലവിഭവം, കമാൻഡ് ആൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ അല്ലേ. ശ്രീ റോഷി അഗസ്റ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം, റോഷി എന്ന് പറയുമ്പോൾ നമുക്ക് റഷായിട്ട് ആലോചിക്കാം അല്ലേ. ഭയങ്കര റഷായിട്ടായിരിക്കും എന്തായിരിക്കും പൈപ്പിൽ നിന്ന് ജലം വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പം പൈപ്പ് ലൈനൊക്കെ പൊട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നന്നായിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ, റഷായിട്ട് പോയിക്കൊണ്ടേയിരിക്കാം, ഭയങ്കര വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന കോടാണ്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. അപ്പോൾ ശ്രീ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന വിഭാഗം ഏതാണ്? ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം, വൃത്തിയാക്കണം അല്ലേ നന്നായിട്ട്. ജലവിതരണ ഭാഗത്ത് എന്താണ്? നന്നായിട്ട് വൃത്തിയാക്കണം. അപ്പോൾ ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടീനെയാണ്. ശ്രീ കെ കൃഷ്ണൻകുട്ടീനെ നോക്കാം. ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെയാണ് വൈദ്യുതി അനേർട്ടാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ എന്തൊക്കെയാണ്? വൈദ്യുതി അനേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? അനേർട്ടിൻ്റെ ഫുൾ ഫോം അറിയുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അനേർട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലെ കാറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. അനേർട്ടിൻ്റെ ഫുൾ ഫോം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. കൃഷ്ണൻകുട്ടിയുടെ എന്തൊക്കെ പറഞ്ഞു? വൈദ്യുതിയും അനേർട്ടാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആളാരാണ്? ശ്രീ MK ശശീന്ദ്രൻ്റെ എന്താണ്? വനം വന്യജീവി വകുപ്പ് കേട്ടോ. വന്യജീവി വകുപ്പാണ് ശ്രീ MK ശശീന്ദ്രൻ്റെ വനം വന്യജീവി വകുപ്പ്. ശ്രീ MK ശശീന്ദ്രൻ്റെ വനം വന്യജീവി വകുപ്പ്. നെക്സ്റ്റ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ എന്താണ്? രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങൾ, പുരാവസ്തു, ആർക്കൈവ്സ് എന്നിവയൊക്കെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് കടന്നപ്പള്ളി എന്നുള്ളതിനെ കടന്നലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തു. അതായത് പുരാവസ്തു ഉള്ള ഒരു മ്യൂസിയം, പുരാവസ്തുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം അവിടെയൊക്കെ എന്തുണ്ട്? കടന്നലുണ്ടെന്നൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങൾ, പുരാവസ്തു, ആർക്കൈവ്സ് ആണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ എന്ത് പറയുന്നത്? വിഭാഗങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ് ശ്രീ KB ഗണേഷ് കുമാർ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ശ്രീ KB ഗണേഷ് കുമാറിന് എന്താണ്? ഗതാഗതമാണ്. നെക്സ്റ്റ് ശ്രീ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളാരാണ്? മുസ്ലിം ആണല്ലേ. അപ്പം മുസ്ലിമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉണ്ടായിരിക്കും. നോക്കാം നമുക്ക്. സ്പോർട്സ്, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീ വി അബ്ദുറഹ്മാനെ പറഞ്ഞത്? സ്പോർട്സ്, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റ്, ടെലഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമമാണല്ലേ മുസ്ലിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഖഫ്, ഹജ്ജ് തീർത്ഥാടനം എന്നൊക്കെ പറയാൻ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെ കിട്ടും? എന്താണ് പറഞ്ഞത്? ശ്രീ വി അബ്ദുറഹ്മാനെ കിട്ടും. നെക്സ്റ്റ് ശ്രീ GR അനിലിൻ്റെ എന്താണ് വകുപ്പ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. അപ്പോൾ അനിൽ എന്ന് പറയുന്നത് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് അനിൽ എന്ന് പറയുന്ന ഒരു അരി അങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തത്. ശ്രീ GR അനിൽ. എന്തെങ്കിലും നല്ല അറിയുന്ന കോഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഉപകാരമാവട്ടെ. അപ്പോൾ ശ്രീ GR അനിലിൻ്റെ എന്താണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ശ്രീ GR അനിലിന് എന്തൊക്കെയാണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. നെക്സ്റ്റ്
ശ്രീ കെ എൻ ബാലഗോപാൽ. ശ്രീ കെ എൻ ബാലഗോപാൽ എന്താണ്? ധനകാര്യ വകുപ്പാണ് അല്ലേ. അതായത് ബാലന്മാരൊക്കെ എന്താണ് ധനങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആലോചിക്കുകയാണെങ്കിൽ ശ്രീ കെ എൻ ബാലഗോപാലാണ് ധനകാര്യ വകുപ്പ് എന്ന് പറയുന്നത്. ബാലന്മാർ എന്താണ് ധനം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡോക്ടർ ആർ ബിന്ദു. ആർ ബിന്ദു ആരാണ്? ബിന്ദു അറിയാലേ, ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട ആളാണ് ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം. നമുക്ക് ഈ പറഞ്ഞൊക്കെ ഒന്നുകൂടി ഓടിച്ച് നോക്കിയാലോ. അപ്പോൾ പറയുന്നതിനൊപ്പം തന്നെ എല്ലാവരും പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്ന്. ശ്രീ കെ രാജൻ എന്താണ്? ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. നെക്സ്റ്റ് ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം. ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി അനാട്ട്. ഇനി വനം വന്യജീവി വകുപ്പിൻ്റെ ആരായിരുന്നു? എം കെ ശശീന്ദ്രൻ. രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു ആർ കേസാരുടെ ആയിരുന്നു? രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഗതാഗതം കെ ബി ഗണേഷ് കുമാർ. ഇനി വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷക്ഷേമം ആരാണ്? ബി അബ്ദുറഹ്മാൻ. ഇനി ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി ആരായിരുന്നു? അനിൽ. ധനകാര്യ വകുപ്പ് ശ്രീ എൻ ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം ഡോക്ടർ ആർ ബിന്ദു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ശ്രീമതി ജെ ചിഞ്ചുറാണി. ചിഞ്ചുറാണിയുടെ എന്താണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അല്ലേ. ഫുൾ എന്താണ് വരുന്നത്? മൃഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും? ചിഞ്ചുറാണി എന്ന് പറയുമ്പോൾ ചിഞ്ചു എന്ന് പറയുന്ന നമ്മൾ അനിമൽസിനൊക്കെ പെറ്റ് അനിമൽസിനൊക്കെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് ചിഞ്ചു 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 എന്നാണ് വിളിക്കുന്നതൊക്കെ ആലോചിച്ച് വയ്ക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആരാണ്? ചിഞ്ചുറാണി. ഇനി ശ്രീ എം പി രാജേഷ്. എം പി രാജേഷിന് എന്തൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. എം പി രാജേഷിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പി എസ് സിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് ശ്രീ എം പി രാജേഷ്. അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ ബിന്ദു. പിന്നെ ആരൊക്കെ ചോദിച്ചിരിക്കുന്നതോ? പിന്നെ നമ്മൾ പറഞ്ഞില്ല, അതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണ രണ്ടുപേരൊക്കെ. പിന്നെയും ചോദിക്കുന്നവരുണ്ട്, മറ്റേതൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷേ റിപ്പീറ്റ് ആയിട്ട് ഞാൻ കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിങ്, പാർലമെൻ്ററി കാര്യം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. അപ്പോൾ കുറേ വരുന്നുണ്ട് അല്ലേ. ആരുടെ പറഞ്ഞത്? രാജേഷിന് എന്തൊക്കെയാണ് കൂടുതലും? പഞ്ചായത്ത്, നമ്മളെ ഗ്രാമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, എക്സൈസ്, ടൗണിലെ ടൗൺ പ്ലാനിങ്, ഗ്രാമവും ടൗണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് രാജേഷ്. എക്സൈസ്, പാർലമെൻ്ററി കാര്യം, പ്രാദേശിക വികസന അതോറിറ്റികൾ, പ്രാദേശികമായിട്ട് അല്ലേ. ഇനി കില എന്നിവയൊക്കെ ആരുടെയാണ്? നമ്മളുടെ ആരായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ എം പി രാജേഷ. ഇനി പി എ മുഹമ്മദ് റിയാസ്. റിയാസ് ആരാണ്? ടൂറിസം പൊതുമരാമത്താണ്. ഇത് ചോദിക്കാറുണ്ട്. പി എ മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്താണ്. നെക്സ്റ്റ് ശ്രീ പി പ്രസാദ്. പ്രസാദമാണല്ലേ. നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രസാദമായിരിക്കും, എപ്പോഴും മുഖം പ്രസാദത്തോടു കൂടിയിരിക്കും. അപ്പം ശ്രീ പി പ്രസാദ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീ പി പ്രസാദിൻ്റെ പറഞ്ഞത്? കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. നെക്സ്റ്റ് ശ്രീ ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമമാണ്. ശ്രീ ഒ ആർ കേളുവിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം. നെക്സ്റ്റ് ശ്രീ പി രാജീവിന് ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പി രാജീവും പിന്നെ നമ്മൾ രാജേഷിനൊക്കെ പറയില്ലേ. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചോദിക്കാറുണ്ട്. ശ്രീ പി രാജീവിനെയാണ് നിയമം, വ്യവസായം, വ്യാവസായിക സഹകരണങ്ങൾ ഉൾപ്പെടെ, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. അപ്പോൾ എന്താണ് കൂടുതലും വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ വന്നത്. ശ്രീ പി രാജീവിൻ്റെ നിയമം, വ്യവസായം, വ്യാവസായിക സഹകരണം ഉൾപ്പെടെ. വ്യവസായം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വാണിജ്യം. അതുപോലെ തന്നെ ഖനനം ചെയ്യും അല്ലേ. ഖനനം, ജിയോളജി, കൈത്തറി വ്യവസായമുണ്ട്, തുണിത്തര വ്യവസായം അല്ലേ, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒക്കെ ആരുടെ ആയിരുന്നു പറഞ്ഞത്? നമ്മെ രാജീവിൻ്റെ അല്ലേ, ശ്രീ പി രാജീവ.
നെക്സ്റ്റ് ശ്രീ വി ശിവൻകുട്ടി. ശ്രീ വി ശിവൻകുട്ടിയുടെ പൊതുവിദ്യാഭ്യാസം തൊഴിൽ. ശിവൻകുട്ടീനെ എല്ലാവർക്കും അറിയായിരിക്കും. ശ്രീ വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ. നെക്സ്റ്റ് ശ്രീ വി എൻ വാസവൻ. വാസവൻ്റെ ഏതൊക്കെയാണ്? സഹകരണ വകുപ്പ്, തുറമുഖങ്ങൾ, ദേവസ്വം എന്നിവയൊക്കെ എൻ വാസവൻ. അതിൽ തന്നെയല്ലേ വാസ, ദേവസ്വം. ഓക്കെ, അപ്പോൾ ശ്രീ വി എൻ വാസവൻ ദേവസ്വം, തുറമുഖങ്ങൾ, സഹകരണ വകുപ്പ്. നെക്സ്റ്റ് ശ്രീ സജി ചെറിയാൻ. സജി ചെറിയാൻ എന്താണ്? ഫിഷറീസ്. സജി ചെറിയാൻ എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ. സജി ചെറിയാൻ ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. സജി ചെറിയാനെ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, യുവജനകാര്യം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രീ സജി ചെറിയാൻ യുവമായിട്ടുള്ള യുവജനത്തിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പുതുതലമുറയിലെ ഒരാളാണ് സജി എന്ന് ആലോചിക്കാം. സജി എന്ന് പറയുന്ന ഒരാൾ, ഈ സജി എന്ന് പറയുന്ന ആൾ അപ്പം ചലച്ചിത്രത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ സജി എന്ന് പറയുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ നമ്മളെ സിനിമയിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഫിഷറീസുമായി ബന്ധപ്പെട്ട ആളല്ലേ ശ്രീ സജി ചെറിയാൻ. ഫിഷറീസ് അല്ലെങ്കിൽ ചെറിയ മീൻ എന്നൊക്കെ പഠിച്ച് വെച്ചാൽ, ചെറിയ മീൻ എന്നൊക്കെ പഠിച്ച് വെച്ചാൽ എന്തായിട്ടും ഫിഷറീസിനായിട്ട് കണക്ട് ചെയ്യുക അല്ലേ. ശ്രീ സജി ചെറിയാൻ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, യുവജനകാര്യം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്. നെക്സ്റ്റ് ശ്രീമതി വീണ ജോർജ്. വീണ ജോർജിന് എന്താണ്? ആരോഗ്യം, വനിതാ ശിശു വികസനം ചോദിക്കാറുണ്ട് കേട്ടോ. വീണ ജോർജ് ആരോഗ്യം, വനിതാ ശിശു വികസനം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒന്നും കൂടിയും ഓടിച്ചു നോക്കാം. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ശ്രീ ഡോക്ടർ ആർ ബിന്ദുവിനെ കഴിഞ്ഞു. ശ്രീമതി ജെ ചിഞ്ചു റാണി മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ശ്രീ എം വി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, പാർലമെന്ററി കാര്യം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. ശ്രീ പി എ മുഹമ്മദ് റിയാസ് ടൂറിസം, പൊതുമരാമത്ത്. ശ്രീ പി പ്രസാദ് കൃഷി, മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. ശ്രീ ആർ കേളു എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം. ശ്രീ പി രാജീവ് നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമ്യ വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. ശ്രീ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ. ശ്രീ വി എൻ വാസവൻ ദേവസ്വം, തുറമുഖങ്ങൾ, സഹകരണ വകുപ്പ്. ശ്രീ സജി ചെറിയാൻ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, യുവജനകാര്യം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്. ശ്രീമതി വീണ ജോർജ് ആരോഗ്യം, വനിതാ ശിശു വികസനം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.